അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഹൈക്കോടതിയിൽ സർക്കാരിന് പാനൽ കൊടുക്കാമെന്ന് വിധി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഗവർണർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തിനാണ്? ചാൻസലർ കൂടിയായ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏതു വിധത്തിലാണ് സഹായിക്കുക? ചാൻസലർ കാട്ടിയത് തോന്നിവാസമല്ലേ? ചാൻസലറുടെ അധികാരം സുപ്രീം കോടതി ഗോപിനാഥൻ രവീന്ദ്രൻ്റെ കേസിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അതിൽ തർക്കിക്കാനൊന്നുമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള യൂണിവേഴ്സിറ്റിയുടെ അംഗത്തെ സർക്കാർ കൊടുത്തില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു താൽക്കാലിക VC നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട് UGC ചട്ടപ്രകാരം. അപ്പോൾ ചോദിക്കും, കേരള യൂണിവേഴ്സിറ്റി നിയമമാണോ UGC ചട്ടമാണോ വലുതെന്ന്? അതും സുപ്രീം കോടതി തീരുമാനിച്ചു കഴിഞ്ഞതാണ്. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണെങ്കിൽ കൂടി, അതായത് സർക്കാർ സെക്രട്ടറിമാരുണ്ടാക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും ആണെങ്കിൽ കൂടി കേന്ദ്ര സർക്കാരിൻ്റേതാവുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ അതിനാണ് പ്രാധാന്യമെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞതാണ്, ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞതാണ്. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണെങ്കിൽ കൂടി സെൻട്രൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിൽ സ്റ്റാൻഡ്. അപ്പോൾ UGC ചട്ടമാണ് ബാധകം. ഗവർണർക്ക് 6 മാസത്തേക്ക് താൽക്കാലിക ഗവർണറെ നിയോഗിക്കാം. പിന്നെ ഗവർണർ എന്ന വാക്കന്നെ ഉപയോഗിക്കുന്നത് ശരിയല്ല, ചാൻസലർ എന്ന വാക്ക് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ഗവർണറുടെ അധികാരം വേറെ, ചാൻസലറുടെ അധികാരം വേറെ. ചാൻസലറുടെ അധികാരം ഗോപിനാഥൻ രവീന്ദ്രൻ്റെ കേസിൽ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ആ കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമല്ല. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ നോമിനിയെ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നോമിനിയെ കൊടുക്കാതിരിക്കുക. 3 നോമിനിയാണല്ലോ, UGCൻ്റെ നോമിനി, ചാൻസലറുടെ നോമിനി, യൂണിവേഴ്സിറ്റിയുടെ നോമിനി. അത് കൊടുക്കാതിരിക്കുമ്പോൾ സെർച്ച് കമ്മിറ്റി ഇല്ലാണ്ടാവുമ്പോൾ പിന്നെ ഗവർണർ എന്തു ചെയ്യണം? അത് UGC ചട്ടം ക്ലിയറാണ്. ഗവർണർക്ക് യോഗ്യനായ ആളെ ഒന്നുകിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരാളെ താൽക്കാലികമായി നിയമിക്കാം. അത് ഗവർണർ നിയമിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റേ കിട്ടാതിരുന്നത്. എൻ്റെ കയ്യിൽ ഇന്നത്തെ നടപടിക്രമം അതുകൊണ്ടാണ്. VC നിയമിക്കാതിരുന്നാൽ VC ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് സ്റ്റേ അനുവദിക്കാതിരുന്നത്. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഈ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് കേരള സാങ്കേതിക സർവകലാശാലയിൽ എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? അല്ല, UGC ചട്ടം ക്ലിയർ ആണ്, ഗവർണർക്ക് അധികാരമുണ്ട്. എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? അധികാരമുണ്ട്. ഇനി ഇവർ കോടതി സർക്കാരിന് പാനൽ കൊടുക്കാമോ കൊടുക്കാൻ പാടില്ല? അതായത് ഇതൊക്കെ സർക്കാരിന്റെ പാനൽ കൊടുക്കാം, പക്ഷെ അത് ഗവർണർ പരിഗണിക്കണം എന്നില്ല UGC ചട്ടപ്രകാരം. അതെന്ത് ഏർപ്പാടാണ്? വേണമെങ്കിൽ പരിഗണിക്കാം, വേണ്ടെങ്കിൽ പരിഗണിക്കാം. സർക്കാർ പാനലിന് പുറത്തുനിന്ന് ഒരാളെ നിയമിക്കാമെന്ന് ഹൈക്കോടതി ചട്ടം. അതാണ് UGC ചട്ടം. അങ്ങനെ UGC ചട്ടമില്ലല്ലോ. താൽക്കാലിക നിയമനത്തിന് അവിടെ അങ്ങനെ എവിടെയാണ്, ഏത് ചട്ടമാണ് പറയുന്നത്? താൽക്കാലിക VC നിയമനത്തിന് UGCയുടെ ഏത് ചട്ടപ്രകാരമാണ് ഇപ്പോൾ UGC ചട്ടം? ഞാൻ പറഞ്ഞുതരാം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാർ ചെയ്യേണ്ടത് പാനൽ കൊടുക്കലല്ല, അത് സ്ഥിര നിയമനമല്ല, പ്രാഥമിക ഡ്യൂട്ടി. ഇപ്പോൾ നിയമനിർമ്മാണം അല്ല, താൽക്കാലിക നിയമനം വേണ്ട, സ്ഥിര നിയമനം വേണ്ട. അത് അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല. നിൽക്കലൊക്കെ അവിടെ കട്ടെ, ഇത് സ്ഥിരം നിയമനം വേണം, അതിനാണ് ഇത് പറയുന്നത്. അപ്പം അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ UGC ചട്ടപ്രകാരം ഗവർണർക്ക് യോഗ്യനായ ഒരാളെ നിയമിക്കാൻ 6 മാസത്തേക്ക് നിയമിക്കാൻ അധികാരം. പോയല്ലോ, വേണ്ട, ഒരു നിർബന്ധമില്ല. അത് ഏത് വിധി? ഒരു നിർബന്ധമില്ല. അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. അത് ഹൈക്കോടതി വരുന്നതിന് മുൻപ് തിടുക്കപ്പെട്ടി ഗവർണർ കൊടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതനുസരിക്കണം എവിടെയും പറഞ്ഞിട്ടില്ല. അതാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ വാദം. സർക്കാർ